അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മ ഒരു അടിപൊളി ബട്ടർ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലത്തെ കേക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബട്ടർ കേക്ക് ആക്കാൻ ആദ്യമായിട്ട് ഞാൻ 2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുന്നു. 2 കപ്പ് മൈദ. 2 കപ്പ് മൈദക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്, ഒരു കുഞ്ഞുപ്പ് പാകത്തിന്, എല്ലാം കൂടി അരിപ്പയിലിട്ട് മിക്സായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി അരിച്ചെടുക്കണം. നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഇതാ കൈ കൂടെ ഉണ്ട്, എങ്ങനെ അരിച്ചെടുത്താൽ മതി, കൈയൊന്നും തൊടണ്ട. നല്ല പോലെ അരിക്കണം കേട്ടാ. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരേപോലെ ആക്കണം. ആ അരിച്ച പൊടി മാറ്റി വെച്ച് പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട ഒഴിച്ച്, 1 കപ്പ് പഞ്ചസാര, ആ 4 മുട്ടയിലേക്ക് 1.5 കപ്പ് പഞ്ചസാര കൂട്ടാൻ, 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് എല്ലാം കൂടി നന്നായി പതപ്പിച്ചെടുക്കണം. നല്ലോണം പതഞ്ഞ് വരുക. ഇതുമാതിരി നല്ല ഇതേമാതിരി. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് ഉപ്പില്ലാതെ 100 ഗ്രാം ബട്ടറാണ് ഇതിന് കണക്കിതാ. ഈ 100 ഗ്രാം ബട്ടർ ഇട്ട് തീമ വെച്ചിട്ട് നല്ലപോലെ അലിയിച്ചെടുക്കണം. ബട്ടറും പാലും നല്ലപോലെ ചൂടാക്കി അലിയിച്ചെടുക്കുക. ഇതാ ബട്ടർ അരിയുന്നുണ്ട് തീമന്ന്. ആ 1 കപ്പ് പാലിലാണ് അലിയിക്കണ്ട്, അങ്ങനെയല്ല. എന്നിട്ടാണ് ഇത് ചേർക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ കലക്കി വെച്ചതില്ല അതിലേക്ക് മൈദ കുറച്ച് ഇപ്പോട്ട് ചേർത്ത് വെച്ച മൈദയില്ല, അത് ലേശിച്ച് ഇട്ടിട്ട് അങ്ങനെ ആ പൊടി ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഈ മിസ്ക് കൊണ്ട് ഇങ്ങനെ നല്ലപോലെ കടഞ്ഞിട്ട് ഒരേപോലെ കടഞ്ഞെടുക്കണം. കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ കടയണം മിസ്ക് കൊണ്ട് കേട്ടാ. കൈയൊന്നും ഉള്ളിൽ തൊടണ്ട, ഒന്നും തൊടണ്ട. ഇതുപോലെ ഇതെല്ലാം നല്ല പോലെ മിക്സാക്കി എടുത്തില്ല, ഇങ്ങനെ കട്ടിയായിട്ടുണ്ടല്ലേ. ശേഷം ഈ നമ്മ തിളപ്പിച്ച പാലും ബട്ടറും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ ഇതായി കൊടുക്കണം. ഇങ്ങനെ ആക്കി ഇളക്കി ഇതാക്കണം ഇതുകൊണ്ട്. ഇതുപോലെ ഈ പാകത്തിനായ ശേഷം 5 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ഈ പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് 40 മിനിറ്റ് ഓവനിൽ വെച്ച അടിപൊളി കേക്കായി. അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത്ര ഈ 3/4 കട ഒഴിച്ചു വെക്കണം. പൊന്തന്റെ ആണ് 3/4 കട ഒഴിക്കണം കേട്ടാ. എന്നിട്ട് ഓവനിലേക്ക് വെക്കല്. അങ്ങനെ ഓവനിലേക്ക് വെക്കല്. ഞാൻ ഓവനിലേക്ക് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവണിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ഇനിയിപ്പോ തട്ടിയിട്ട് മുറിക്കാൻ വേണ്ടു. അങ്ങനെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയതാ. സ്പോഞ്ച് പോലത്തെ കേക്ക് കണ്ട തൊടുമ്പോ അങ്ങനെ ഇതാകുന്നു. അങ്ങനത്തെ കേക്കാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി